കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് 2 ദിവസത്തിനകം പ്രഖ്യാപിച്ചേക്കും. 3 നേതാക്കൾക്കും സ്വീകാര്യമായ ഫോർമുല തയ്യാറാക്കിയെന്നാണ് സൂചന. ഘടകകക്ഷി നേതാക്കളുടെയും തീരുമാനം അറിയിക്കും. അതിനുശേഷമാകും പ്രഖ്യാപനം. സണ്ണി ജോസഫും വി ഡി സതീശനും കേരളത്തിൽ മടങ്ങിയെത്തിയെങ്കിലും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ തുടരുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തർക്കങ്ങൾ പതിവാണെന്നും 2 ദിവസം കൂടി കാത്തിരിക്കണമെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. വേവുകോളം കാത്തിരുന്നാൽ 6 ഓളം കാക്കാൻ ബുദ്ധിമുട്ടില്ല. ഏതായാലും തീരുമാനം വരും. പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള വഴികളുണ്ട്. ആ വഴിയിലൂടെ കാര്യങ്ങൾ പോകും. അതനുസരിച്ച് തന്നെയാണ് ഇന്നലെ ചർച്ച നടന്നതും തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസിലുണ്ട്. ഇനി ചിലപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാറ്റമൊന്നും കുറച്ചില്ല. ഇതൊക്കെ പതിവാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണ സംഭവമാണ്. അല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വീണ്ടും തേടിയാൽ എൻ്റെ അഭിപ്രായത്തിനൊന്നും തന്നെയുള്ളൂ. അതേസമയം മുഖ്യമന്ത്രി ചർച്ച തെരുവ് യുദ്ധമാക്കിയതിൽ കടുത്ത അതൃപ്തിയിലാണ് രാഹുൽ ഗാന്ധി. ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളെ നേരിട്ടാണ് രാഹുൽ അതൃപ്തി അറിയിച്ചത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, വലിയ അതൃപ്തി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊരു എല്ലാവരെയും പരിഗണിക്കുന്ന, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. പക്ഷേ അങ്ങനെ ഇന്നലെയും ചർച്ചകൾ നടന്നിരുന്നുവല്ലോ. അതിൽ അനുകൂല നിലപാട് മറ്റു 2 പേർ സ്വീകരിക്കാത്തതിന്റെ പേരിലാണ് ചർച്ചകൾ നീളുന്നത് എന്നുള്ളതായിരുന്നു വിവരം. ഇപ്പോഴെന്താണ് ഈ മാജിക് ഫോർമുല? മാധു, ഇന്നലെ മാരത്തോൺ ചർച്ചകളാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്നത്. ആ ചർച്ചയ്ക്കൊടുവിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ദില്ലിയിലില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ ബംഗളൂരുവിലേക്ക് തിരിച്ചു. ചെന്നൈയിലാണ് രാഹുൽ ഗാന്ധി. ഇരുവരും ഒരുപക്ഷെ രാത്രിയോടെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. ഇന്നെന്തായാലും പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ആരെയാണോ പ്രഖ്യാപിക്കുന്നത് അത് മറ്റു 2 പേരും അംഗീകരിക്കും എന്നാണ് അവർ ഹൈക്കമാൻഡ് നൽകിയ വാക്ക്. രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, കെ.സി. വേണുഗോപാൽ, ഇതിൽ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ഉത്തരം ഒരുപക്ഷെ നാളെ വൈകിട്ടോടെ ലഭിച്ചേക്കും. ഏതായാലും ഇതിൽ 3 പേർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രഖ്യാപനം നടന്നാൽ ഇവർക്കാർക്കും പ്രയാസമുണ്ടാകില്ല എന്ന് തന്നെയാണ്. ഇനി ഒരു തരത്തിലും പരസ്യമായി അവർക്ക് അമർഷം പ്രകടിപ്പിക്കാനും സാധിക്കില്ല. കാരണം പരസ്യമായി ഇനി അമർഷം പ്രകടിപ്പിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകും. അങ്ങനെയുള്ള മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് വന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടന്ന പ്രകടനങ്ങളിൽ അമർഷം രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ നേതാക്കളോട് പ്രകടിപ്പിച്ചതാണ്. കടുത്ത വിമർശനവും രൂക്ഷമായ ഭാഷയിലുമാണ് രാഹുൽ ഗാന്ധി 3 നേതാക്കളെ വിമർശിച്ചത്. കാരണം കേരളത്തിലെ അണികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉണ്ടായത്. കാരണം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ തെരുവോരങ്ങളിലേക്ക് ഒരു യുദ്ധത്തിന്റെ പ്രതീതിയിൽ അങ്ങനെ പ്രവർത്തകർ ഇറങ്ങി തിരിച്ചു. ബാനറുകളും പോസ്റ്ററുകളും വലിച്ചു കയറി. അത്തരം സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി പ്രഖ്യാപനം നടന്നാലും ഒരു പ്രതിഷേധവും ഉണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ, ഒരുപക്ഷെ നാളെയാകാം, ഇന്ന് ഇവർ എത്താൻ വൈകി കഴിഞ്ഞാൽ നാളെയാകാം പ്രഖ്യാപനം ഉണ്ടാകും. ഇനി ആ തീരുമാനവുമായി ബന്ധപ്പെട്ട എന്നതാണ് വിവരം. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.